ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണല്ലേ. അപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ട് നമ്മളൊന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ അങ്ങനെ വിചാരിച്ച് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. കൃഷ്ണൻ്റെ അമ്പലമാണേ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇസ്കോൺ. ബാംഗ്ലൂർ ട്രിപ്പ് വന്ന ആരും ഇസ്കോൺ ടെമ്പിൾ കാണാതെ പോയിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഇതിനേക്കാൾ വലിയ ഇസ്കോണാണ്. അത് കുറച്ച് ദൂരെയാണ്. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. ഈ ഇസ്കോൺ ടെമ്പിൾ ഒരു ഹില്ലിൻ്റെ മുകളിലാണ്. ആ ഹില്ലിൻ്റെ പേര് വൈകുണ്ഠ ഹില്ല് എന്നാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അത് ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ നോക്കിയാലും വീഡിയോ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ പിക്ചർ കണ്ടില്ലേ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ വ്യൂ ഇതാണ്. പക്ഷേ ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നല്ല ഒരു വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ചെരുപ്പ് നമ്മൾ എടുക്കാനുള്ള ടോക്കൺ എടുക്കണം. എന്നിട്ട് അപ്പുറത്ത് ഒരു കുറേ ചാക്കുകൾ അവർ വെച്ചിട്ടുണ്ട്. അതിലൊന്നിൽ നമ്മുടെ ചെരുപ്പ് ഇട്ടതിന് ശേഷം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ തൂക്കിയിടും, നമുക്ക് ടോക്കൺ തരും. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഞങ്ങൾ കൈയൊക്കെ കഴുകി നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് നമുക്ക് ബാംഗ്ലൂരിൻ്റെ വ്യൂ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വന്നാൽ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് കേട്ടോ. നമ്മൾ വേറൊരു ലോകത്ത് പോയ പോലെയാണ്. ഇവിടെ എപ്പോഴും അവർ ഹരേ കൃഷ്ണ ഹരേ രാമ എന്നുള്ള ഒരു വേർഡ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവർ പാടുന്ന കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അവർ പാടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ട്യൂണിലാണ് അവരത് പാടുക. അതുപോലെ തന്നെ അവരെ സ്പീക്കറിൽ അവരുടെ പാർക്കിങ്ങിൽ വരെ അവർ ഈ ഒരു നാമം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കയറുമ്പോൾ മുതലേ നമ്മളിത് കേട്ടോണ്ടാണ് നമ്മൾ കയറി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്തും അവിടെ പാടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ട്. അവരും അതേ രീതിയിലാണ് പാടുന്നതും എല്ലാം. അപ്പോൾ അത് കേൾക്കാനും നല്ല രസമാണ്. അവരുടെ ഉള്ളിലേക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പുറത്തുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ അവർ പാടുന്നത് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് 1 മിനിറ്റ് ഞാനൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതാ ഫസ്റ്റ് ശ്രീകോവിലിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് രാധാകൃഷ്ണ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കണ്ട് തൊഴുത് ഇറങ്ങാം. ഇനി മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുകളിലുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. ഇനി നമ്മൾ പോകുന്ന അമ്പലത്തിലുള്ളത് വെങ്കടാചലപതിയാണ്. രാജാതിരാജ ഗോവിന്ദ ടെമ്പിൾ എന്നാണ് കേട്ടോ ആ അമ്പലത്തിന് പറയുന്നത്. ഈ ഒരു അമ്പലത്തിന് ഇനി നമുക്ക് അവർ പാടുന്ന മ്യൂസിക് ഒന്ന് ആസ്വദിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് അവരുടെ മ്യൂസിക് കേൾക്കാൻ? നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ അതാ ഈ അമ്പലം ഫുള്ള് ആ ഒരു മ്യൂസിക്കിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് കേട്ടോ. തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻസ് അവരുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചന്ദനത്തിരി നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന അവരുടെ ചന്ദനത്തിരിയും അതുപോലെ തന്നെ അവരുടെ ധൂപം ഒക്കെയാണ്.
നല്ല സ്മെല്ലാണ് എല്ലാത്തിനും. അവരുടെ അമ്പലത്തിൻ്റെ അതേ സ്മെല്ല് കിട്ടുന്നത് ഈ ഒരു ചന്ദനത്തിരിക്കാണ്. അവരുടെ ആ ഒരു അമ്പലത്തിൻ്റെ അതേ സ്മെല്ല് വരും ഈ നാഗചമ്പ അഗർബത്തീസ്. അതുപോലെ തന്നെ ഈ ധൂപ് കോൺസും നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടോളൂ. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയയിൽ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് അവിടെ ട്രൈ ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജാംബണ്ണാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ്, നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, ഒരു എന്താ പറയുക വെറൈറ്റി ടേസ്റ്റാണ്, നല്ല സൂപ്പറാണത്. അപ്പോൾ ഞങ്ങൾ അമ്പലമൊക്കെ തൊഴുതു, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് പ്രസാദം തരുന്ന അവിടെയാണ്. പ്രസാദമൊക്കെ കഴിച്ച് വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഐസ്ക്രീം കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടോളൂ കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞങ്ങൾ ഈവനിങ് ഒരു കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇത് സാധാ കേക്കല്ല, ഇത് ഐസ്ക്രീം കേക്കാണ്. അപ്പോൾ ഐസ്ക്രീം ലവറായ ഏട്ടന് ഐസ്ക്രീം കേക്ക് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാനും കൂടെ കൈ പിടിച്ചിട്ടുണ്ട്, ഒന്നും വിചാരിക്കേണ്ട. അത്ര കട്ടിയായിരുന്നു കേക്ക്, മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചിട്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐസ്ക്രീമും കേക്കൊക്കെ കഴിച്ച് ഞങ്ങളെ ബർത്ത്ഡേ എൻജോയ് ചെയ്തു. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇനി ബർത്ത്ഡേക്ക് സാധാ കേക്കൊന്ന് മാറ്റി പിടിച്ച് ഐസ്ക്രീം കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ബേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു രീതിയിൽ കേക്ക്. മുകളിലേക്കുള്ള ഫുൾ പാർട്ട് ഐസ്ക്രീം ആയിരുന്നു. 20 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ട് പോലും അത് കട്ട് ചെയ്തെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ ഐസ്ക്രീം കേക്ക് ട്രൈ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി കേക്ക് മുറിക്കാൻ വാങ്ങിക്കുമ്പോൾ ഐസ്ക്രീം കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പ് എന്നുള്ള ബ്രാൻഡാണ്, അതിൻ്റെ പേരതാണ്. അരുൺ ഐസ്ക്രീമിൻ്റെ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം കേക്ക് കഴിക്കട്ടെ കേട്ടോ.